Today's word of God is from Luke chapter 24, verse 6 to 7. He is not here, but he has been raised. Remember what he said to you while he was still in Galilee, that the Son of Man must be handed over to sinners and be crucified and raised on the third day. The pious women were shocked and grieved to find that the massive stone sealing the tomb of Jesus had been rolled away and the tomb was empty. Then the angels proclaimed the heartbeat of the gospel, the resurrection of Jesus Christ, saying, "He is not here." Jesus had already foretold his persecution, suffering, crucifixion, and glorious resurrection, fulfilling the ancient prophecies. He had said, "Destroy this temple, and in 3 days I will raise it up." Jesus willingly submitted to injustice for our sake. The discovery of the empty tomb was not an accident, but part of God's divine plan of salvation. Lord Jesus Christ, help us to trust in your resurrection and in the hope of your saving plan. Amen. ഇന്നത്തെ വചനവായന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 6 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ഇവിടെ ഇല്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലയിൽ ആയിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ. യേശുവിന്റെ ശവക്കല്ലറയിലേക്ക് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളുമായി എത്തിയ സ്ത്രീകൾ കല്ലറ അടച്ചു വെച്ചിരിക്കുന്ന കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായും കർത്താവിന്റെ ശരീരം കാണാതാകയാലും പരിഭ്രമിച്ച് അമ്പരപ്പെട്ടു നിൽക്കുമ്പോൾ ശുഭ്രവസ്ത്രധാരികളായ 2 ദൂതന്മാർ അവരോട് പറഞ്ഞു, "ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, ഉയർപ്പിക്കപ്പെട്ടു." ആ ഭക്തസ്ത്രീകളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. യേശുദേവന്റെ ഓരോ പ്രവചനങ്ങൾ അവരുടെ ഓർമ്മകളിൽ ഫ്ലാഷ് ബാക്ക് ആയി കടന്നു വന്നു. യേശു പറഞ്ഞു, "നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും." സങ്കീർത്തകൻ പറഞ്ഞു, "അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല." സഹോദരങ്ങളെ, നമ്മുടെ അവിശ്വാസത്തിന്റെ കൂറ്റൻ പാറക്കല്ലിനെ പിഴുതെറിഞ്ഞ് നമുക്കെല്ലാവർക്കും കർത്താവിങ്കിലേക്ക് തിരികെ ചെല്ലാം. Yes, he is alive. Our Lord is alive. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ. പ്രൈസ് യു ജീസസ്.